നമ്മളിനി ഉത്തരാഖണ്ഡിലെ നിലവിലെ സാഹചര്യം പരിശോധിച്ചാൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഈ മേഖലയിൽ ഇപ്പോഴും കനത്ത മഴ പെയ്യുന്നുണ്ട്. അത് രക്ഷാപ്രവർത്തനത്തിന് ഒരു പരിധിക്കപ്പുറം തടസ്സവുമാണ്. മിന്നൽ പ്രളയത്തിൽ 9 സൈനികർ ഉൾപ്പെടെ 100-ലധികം പേരെ കാണാതായിട്ടുണ്ട്. പ്രദേശത്ത് നിന്നും ഇതുവരെ 130ഓളം പേരെ രക്ഷപ്പെടുത്തിയെന്നാണ് സർക്കാർ പറയുന്നത്. സൈന്യം, NDRF, SDRF, IDBP തുടങ്ങിയ സേനകളാണ് ദരാലിയിലെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. മേഖലയിൽ ഇപ്പോഴും കനത്ത മഴ പെയ്യുന്നതും വലിയ പാറക്കൂട്ടങ്ങളടക്കം വന്ന് അടിഞ്ഞതുമാണ് രക്ഷാദൗത്യത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത്. ഉത്തരകാശിയിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. മാധ്യമപ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന വാഹനമുൾപ്പെടെ മണ്ണിടിച്ചിലിൽ കുടുങ്ങി. ദുരന്ത മേഖലയിലേക്കുള്ള റോഡുകളും പാലങ്ങളും തകർന്നത് ദൗത്യ സംഘത്തിന് ദരാലിയിലേക്ക് എത്തുന്നതിനും തടസ്സമാകുന്നുണ്ട്. കനത്ത മഴയെ തുടർന്ന് SDRFന്റെ ഒരു സംഘം ഋഷികേശിൽ കുടുങ്ങി. 60 മുതൽ 110 വരെ ആളുകളെ കാണാതായിട്ടുണ്ടെന്നാണ് വിവരം. 9 സൈനികരെയും മിന്നൽ പ്രളയത്തിൽ കാണാതായിട്ടുണ്ട്. ഹർഷീലിലുള്ള സൈനിക ക്യാമ്പിൽ നിന്നാണ് സൈനികരെ കാണാതായത്. മേഖലയിൽ വിനോദസഞ്ചാരത്തിനെത്തിയവരുടെ വിവരശേഖരണം തുടരുകയാണ്. 4 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. മിന്നൽ പ്രളയത്തിൽ ഏകദേശം 50-ലധികം വീടുകൾ പൂർണ്ണമായി ഒലിച്ചുപോയിട്ടുണ്ട്. ആശയവിനിമയ സംവിധാനങ്ങളിൽ തടസ്സം നേരിടുന്നുണ്ട്. പ്രദേശത്ത് നിന്ന് ഇതുവരെ 130ഓളം പേരെ രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനം നടത്തുന്നതിനായി കൂടുതൽ സേന ദരാലിയിലേക്ക് എത്തും. ദൗത്യം ഏകോപിപ്പിക്കുന്നതിനായി 3 IAS ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത മഴയും മണ്ണിടിച്ചിലും കാരണം ദേശീയപാതയിലെ ഗതാഗതം തടസ്സപ്പെട്ടു. എയർലിഫ്റ്റിംഗിനായി വ്യോമസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററുകളും പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ 4 ജില്ലകളിൽ റെഡ് അലേർട്ട് തുടരുകയാണ്. ദരാലി ഗ്രാമം മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സാഹചര്യങ്ങൾ വിലയിരുത്തി. ഇന്നലെ ഉച്ചയോടെയാണ് ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനം ഉണ്ടായത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.